പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തന പുസ്തകം 107 അധ്യായം 30 വാക്യത്തിൽ, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവരാഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചന ഭാഗത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, ശാന്തതയില്ലാത്ത ഏതോ ഒരു മേഖല, സ്വസ്ഥതയില്ലാത്ത ഏതൊക്കെയോ ജീവിത സാഹചര്യങ്ങൾ, നാളുകളായി തണ്ടുവലിച്ച് വലയുന്ന അനുഭവം, എന്താണ് കാരണമെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടടുത്ത് എന്നാൽ ഇത്രയും നമ്മോടടുത്തിരിക്കുന്ന മറ്റൊരു ദൈവം ഇല്ല. യഹോവയായ ദൈവത്തിന്റെ സന്നിധാനത്തിൽ അവന്റെ വചനത്തോട് മത്സരിക്കുകയും യഹോവയുടെ വാക്കുകളെ കേൾപ്പാൻ മനസ്സില്ലായ്കയും വരുമ്പോൾ പലപ്പോഴും നാം കഷ്ടത കൊണ്ട് താണുപോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മത്സരികളോടെ കർത്താവ് ചില കഷ്ടതകളും പ്രതിസന്ധികളും വലയുമാറാക്കുന്ന അനുഭവങ്ങളും കൊടുത്ത് അവരെ പിന്നത്തേതിൽ മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവും കൂടെയാണ്. നമ്മുടെ ദൈവത്തോട് നാം അടുത്തു ചെല്ലുന്നെങ്കിൽ അവൻ നമ്മോടും അടുത്തു വരും. ദൈവത്തിന്റെ വചനങ്ങളെ പ്രമാണിക്കുകയും കൽപ്പനകളിൽ നടക്കുകയും ചെയ്യുന്ന ഏതൊരു ഭക്തന്മാരുടെയും വിഷയങ്ങളുടെ മേൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ഈ രാവിലെ സമയം കൊടുങ്കാറ്റിനാലും തിരമാലകളാലും ജീവിതമാകുന്ന പടക് വല്ലാതെ കുലുങ്ങുന്നത് പോലെ, തളരുന്നത് പോലെ, താഴുന്നത് പോലെ തോന്നുന്നുവോ? യഹോവയായ ദൈവം പറയുന്നു, അവർ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ നിലവിളി കേട്ടു. അങ്ങനെ അവരുടെ കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും യഹോവയായ ദൈവം അടക്കി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിക്കുന്നു. മാത്രമല്ല, ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയം നമ്മുടെ ജീവിതമാം പടകിൽ ചില മേഖലകളിൽ ശാന്തത വരുത്തുവാൻ, ഈ ജീവിത പടകിന്റെ ചില മേഖലകളെ എങ്ങുമെങ്ങും എത്തിച്ചേരാതെ കടലിൽ തന്നെ പലപ്പോഴും അലഞ്ഞുലയുന്ന ജീവിത അവസ്ഥകളുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മെ എത്തിക്കുമാറാക്കുന്ന ദൈവം. രാവിലെ സമയം ഈ ദൈവവചന ഭാഗം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. നമ്മുടെ വിഷയങ്ങളെ മേൽ ഹിറ്റ് ചെയ്ത് ഒരത്ഭുതമായി മാറുമെന്ന് ദൈവാത്മാവ് പറയുക. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിക്കുമാറാക്കി. ആമേൻ.